ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ ചുരിദാറിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്നുള്ളതും അതിനെന്തൊക്കെ അളവുകളാണ് വേണ്ടതെന്നുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതും ആ മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും, രണ്ടാമത്തെ പാർട്ടിൽ ആ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നതും, അതേപോലെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം 3 കൂടി ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് അളന്നെടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള അളവുകളുടെ പേരും എഴുതിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഞാൻ ഒരു 3 ഫിഗേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരച്ച് കാണിക്കുന്നത്. സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അതേപോലെ തന്നെ ബാക്ക് വ്യൂ. അപ്പോൾ ഈ 3 ഫിഗറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആദ്യമേ മൊത്തം നീളമാണ്, ഫുൾ ലെങ്ത്ത്. ഫുള്ളിൻ്റെ എഫും ലെങ്ത്തിൻ്റെ എല്ലും കൂടി എടുത്തിട്ടാണ് ഈ ബ്രാക്കറ്റിൽ FL എന്ന് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഒക്കെ ഇതേപോലെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നീളത്തിലാണോ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ അളവ് വരേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. മാർക്ക് ചെയ്യുന്നത് ആ ഷോൾഡർ മുതൽ എത്രമാത്രം ഇറക്കമാണോ ആവശ്യമുള്ളത് അത്രയാണ് ഫുൾ ലെങ്ത്ത്. മാർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിക്കോണം. ഈ ഒരു പോയിന്റ്, അതായത് നമ്മുടെ ഷോൾഡറും നെക്കും കൂടി ജോയിൻ ആവുന്ന ആ ഒരു ഭാഗം മുതൽ താഴോട്ട് എത്രമാത്രം നീളം നമുക്ക് ആവശ്യമുണ്ടോ അത്രയാണ് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ലെങ്ത് എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ നെക്കും ഷോൾഡറും കൂടി ജോയിൻ ആവുന്ന ആ ഒരു പോയിന്റ് മുതൽ താഴോട്ടാണ് ലെങ്ത് എല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഫുൾ ലെങ്ത് 42 ഇഞ്ചസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം FN എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത അതേ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ഷോൾഡറും നെക്കും കൂടി ജോയിൻ ആവുന്ന ആ ഭാഗത്തു നിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ച് അളന്നെടുക്കുക. ഒരു കാരണവശാലും ടേപ്പ് ചരിച്ച് പിടിച്ച് അളക്കരുത്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അളന്നപ്പോൾ കിട്ടിയ അളവ് 6 ഇഞ്ചസ് ആണ്. ഇനി നെക്കിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. 5 ഇഞ്ചോ 5.5 ഇഞ്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും മാറിപ്പോവാതിരിക്കാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്. BN എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം പോയിന്റിൽ നിന്ന് താഴോട്ടാണ് എടുക്കേണ്ടത്, പക്ഷേ ബാക്ക് സൈഡിലാണ് എടുക്കേണ്ടത്. കണ്ടോ, ബാക്ക് സൈഡിൽ നിന്ന് നേരെ താഴോട്ട് എത്രമാത്രം നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം വേണോ അത്രയും മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ 6 ഇഞ്ചസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയും തിരിച്ചും എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. എപ്പോഴും ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റിംഗ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഷോൾഡർ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നല്ല, ബാക്ക് സൈഡിൽ നിന്നാണ്. അപ്പോൾ മെഷർ ചെയ്യേണ്ട എവിടെ നിന്ന് നോക്കിക്കോണം. ഈ പോയിന്റ് മുതൽ അടുത്ത പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറും കൈയും കൂടി ജോയിൻ ആവുന്ന ഭാഗത്ത് ഒരു ചെറിയ എല്ലുണ്ട്, ഷോൾഡർ ബോൺ എന്ന് പറയും. ആ ഷോൾഡർ ബോൺ മുതൽ അടുത്ത ഷോൾഡർ ബോൺ വരെയുള്ള ലെങ്ത്താണ് ഷോൾഡർ എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ടേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ അളന്നെടുക്കുക. ഒരു ബോൺ മുതൽ അടുത്ത ബോൺ വരെയുള്ള ലെങ്ത്താണ് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്. ആ ഒരു മെഷർമെൻറ്റ് ഇവിടെ എടുത്തേക്കുന്നത് 14 ഇഞ്ചസ് ആണ്. അപ്പോൾ അളന്നെടുക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നല്ല, ബാക്ക് സൈഡിൽ നിന്നാണ്. 14 ഇഞ്ചസ് ആണ് ഇവിടെ ഫുൾ ഷോൾഡറായിട്ട് കിട്ടിയത്. അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് വിഡ്ത്താണ്, കഴുത്തകലം. ഷോൾഡറിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് നമ്മൾ കഴുത്തകലവും മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊരു പോയിന്റ് ഇട്ടായിരുന്നല്ലോ ആദ്യമേ, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ഇറക്കം കണ്ടപ്പം അതേ പോയിന്റിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് എത്രമാത്രം അകലമാണോ വേണ്ടത് അത്രയും അകലം മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു അകലം. അപ്പോൾ ചിലർക്ക് ഒരുപാട് വൈഡായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരുപാട് ഇടുങ്ങിയ നെക്കായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അളവ് 3.5 ഇഞ്ചസ് ആണ്. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചസ്.
അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ആം ഹോളാണ്, കൈക്കുഴി ഇറക്കം. അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്ത് കൈക്കുഴിയുടെ ഭാഗത്തോട്ടങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ബോൺ മുതൽ താഴോട്ട് അളന്നെടുക്കുമ്പം സ്കെയിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അതിൻ്റെ ഈ എൻഡ് വരെയുള്ള ലെങ്ത് എടുത്താൽ മതി. താഴ്വശത്തെ അല്ല, മുകൾ വശത്തെ എൻഡ് വരെയുള്ള ലെങ്ത് എടുക്കുക. ഷോൾഡർ ബോൺ മുതൽ ആ സ്കെയിലിൻ്റെ എൻഡ് വരെയുള്ള ലെങ്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ അങ്ങ് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ടിരിക്കും ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ബ്ലൗസിന് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. ഇപ്പം ഞാൻ 6.5 കിട്ടിയത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ഇട്ട് 7 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആം ഹോളിൻ്റെ അളവ് 7 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. മനസ്സിലായോ? ഷോൾഡർ ബോൺ മുതൽ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ എൻഡ് വരെയുള്ള അളവാണ് നമ്മൾ ആം ഹോളായിട്ട് എടുക്കുന്നത്. അടുത്തതായിട്ട് മെഷർ ചെയ്യേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്, നെഞ്ച് വണ്ണം. അത് അളക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ടേപ്പ് 2 കൈക്കുഴിയുടെയും അടിയിലൂടെ ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നല്ല വണ്ണമുള്ള ഭാഗമുണ്ടല്ലേ, പുറം ഭാഗത്ത്, ആ ഭാഗത്തിന് ചുറ്റിനും അതേപോലെ നെഞ്ചിൻ്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്തിനും ചുറ്റിനും വേണം ടേപ്പ് പിടിച്ച് അളന്നെടുക്കാൻ. അപ്പോൾ അളക്കുമ്പോൾ ഒരു കാരണവശാലും ടേപ്പ് ഒരുപാട് താന്നും പോകരുത്, ഒരുപാട് മുകളിലും പോകരുത്. കറക്റ്റായിട്ട് ആ വണ്ണമുള്ള ഭാഗത്തിന് ചുറ്റിനുമുള്ള അളവ് ടേപ്പ് വെച്ച് അളന്നെടുക്കുക. അതാണ് ചെസ്റ്റ് റൗണ്ട്. ഇവിടെ എടുക്കുന്ന ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചസാണ്. അടുത്തതായിട്ട് മെഷർ ചെയ്യേണ്ടത് വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് റൗണ്ടും ആണ്. അപ്പോൾ അതിന് വേസ്റ്റ് ഏതാണെന്ന് അറിയണം അല്ലേ. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ബോഡിയിൽ നല്ല ഒതുങ്ങി വരുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ചെസ്റ്റ് ലൈൻ്റെയും ഹിപ്പ് ലൈൻ്റെയും സെൻറ്ററിലായിട്ട് ഒതുങ്ങി വരുന്ന ഭാഗമാണ് വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട്. നമ്മൾ ആദ്യം ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ മാർക്ക് ചെയ്തപ്പം അതേ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് നമ്മുടെ ബസ്റ്റിൻ്റെ മുകളിൽ കൂടി വേണം ടേപ്പ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒതുങ്ങിയ ഭാഗം വരുന്ന ലെങ്ത്ത് എടുക്കാൻ. അതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞത്. അഥവാ നമ്മളിനി അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണം ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ. അപ്പോൾ ഷോൾഡർ മുതൽ വേസ്റ്റ് ലൈൻ വരെയുള്ള ലെങ്ത്ത് 14 ഇഞ്ചസാണ്. അങ്ങനെ വേസ്റ്റ് ലെങ്ത്ത് കിട്ടി. ഇനി വേസ്റ്റ് റൗണ്ടാണ് എടുക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത്തിന് ചുറ്റിനുമുള്ള അളവ് ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത്. നമ്മൾ അളവെടുക്കുമ്പോൾ എപ്പോഴും ടേപ്പിൻ്റെ ഉള്ളിൽ ഒരു വിരൽ വെച്ചിട്ട് വേണം അളന്നെടുക്കാൻ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന വേസ്റ്റ് റൗണ്ട് 33 ഇഞ്ചസാണ്. അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പ് ലെങ്ത് ആണ്. ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ, വേസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് ഹിപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ലിറ്റ് ഏത് ഭാഗത്താണോ വരേണ്ടത് ആ ഭാഗം വരെയുള്ള ലെങ്ത്ത് ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട് അടയാളപ്പെടുത്തി എടുക്കുക. അതായത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ, അതേ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് എത്ര ലെങ്ത്താണ് വരുന്നതെന്ന് നോക്കുക. ആ ലെങ്ത്ത് ഇവിടെ എടുത്തേക്കുന്നത് 21 ഇഞ്ചസാണ്. അടുത്തതായിട്ട് എടുക്കേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്തില്ലേ, വേസ്റ്റ് ലൈൻ്റെ ചുറ്റിനുമുള്ള അളവ്, അതേപോലെ തന്നെ ഹിപ്പ് ലൈൻ്റെ ചുറ്റിനുമുള്ള അളവാണ് ഹിപ്പ് റൗണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ വണ്ണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഹിപ്പിന് ചുറ്റിനുമുള്ള അളവ് ടേപ്പ് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി അഥവാ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്, ഈ വയറിൻ്റെ ഭാഗത്തൊക്കെ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വയറിൻ്റെ ഭാഗത്തും കൂടി ചുറ്റി വേണം അളവെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചരിച്ച് വേണം ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കാൻ. അപ്പോൾ അളക്കുമ്പം ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ സീറ്റിൻ്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗവും കവർ ചെയ്യണം, അതേപോലെ ആ വയറിൻ്റെ ഭാഗവും കവർ ചെയ്തിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ. വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹിപ്പ് മെഷർമെൻറ്റ് തന്നെ എടുത്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്ന ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് 40 ഇഞ്ചസാണ്. അടുത്തതായിട്ട് എടുക്കുന്നത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ലെങ്ത് എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ആ ഷോൾഡർ ബോൺ മുതൽ നമ്മുടെ കൈക്ക് എത്രമാത്രം നീളമാണോ വേണ്ടത് അത്രയും നീളം അളന്നെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്ലീവാണ് കാണിക്കുന്നത്. നമുക്ക് 3/4 സ്ലീവൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്തെടുക്കാം. അപ്പോൾ 5 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് എടുത്തത്. ഇനി ആ 5 ഇഞ്ച് വന്ന ഭാഗത്തിന് ചുറ്റിനുമുള്ള അളവെടുക്കുക, സ്ലീവ് റൗണ്ട്. അപ്പോൾ സ്ലീവ് റൗണ്ട് 12 ഇഞ്ചസുമാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമ്മളൊരു ബോഡിയിൽ നിന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ഈ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.